ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ചിത്രം കണ്ടപ്പോഴേ മനസ്സിലാവും നമ്മുടേത് പാൽപ്പായസമാണ്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇന്നൊരു സ്പെഷ്യൽ പാൽപ്പായസമാണ്. നമ്മൾ പല അരികൾ വെച്ചിട്ട് പാൽപ്പായസം ഉണ്ടാക്കാറില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബിരിയാണിയുടെ കൈമ റൈസ് വെച്ചിട്ടാണ് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മണവും ഒപ്പം തന്നെ ഒത്തിരി സ്വാദുള്ളൊരു പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം പശു നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് വറുത്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ കിസ്മിസ് കൂടെ ചേർത്ത് വറുത്ത് കോരി വയ്ക്കാം. ഇത് മുഴുവനായിട്ട് കോരി മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ അവശേഷിക്കുന്ന നെയ്യ് കൂടെ ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കശുവണ്ടിപ്പരിപ്പിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിനുള്ള പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. ഏകദേശം ഒരു 1/4 ലിറ്ററോളം പാൽ നമ്മൾ മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാല് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ട് 85 ml മെഷറിംഗ് കപ്പിൽ നിറയെ കൈമ റൈസ് എടുത്തിട്ട് നമുക്ക് കഴുകി വയ്ക്കാം. നിങ്ങൾക്ക് 85 ml കപ്പില്ലെങ്കിൽ 1/4 കപ്പ് നിറയെ അരി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന മെഷറിൻ്റെ നേരെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതൊരു 3-4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് വേറൊരു അടുപ്പിലേക്ക് വേവിക്കാനായി മാറ്റി വയ്ക്കാം. നമ്മളിങ്ങനെ വേവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരേ ടൈം തന്നെ നമ്മുടെ റൈസും വെന്ത് കിട്ടും. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി കിട്ടും. അപ്പം നമ്മുടെ പാല് തിളച്ച ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ടതാണ്. അപ്പോഴാണ് മാക്സിമം നമ്മുടെ പാലിലുള്ള വെള്ളമൊക്കെ നമുക്ക് വറ്റി നല്ല കുറുകിയ അവസ്ഥയിൽ കിട്ടുമ്പോഴാണ് നമ്മുടെ പായസവും അതുപോലെ സ്വാദുണ്ടാവുക. പാല് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടിയിലൊക്കെ കരിഞ്ഞ് നമ്മുടെ പായസത്തിൻ്റെ സ്വാദൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. പാല് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 3 ഏലക്ക, ഒപ്പം തന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 1-2 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിൽ ചേർത്ത് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും നമ്മുടെ പായസത്തിന്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് ആ പാലിലേക്ക് ഏലക്കായുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ മണമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ. നമുക്കിത് ഒന്നുകൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മളെടുത്ത മെഷറിംഗ് കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും അളന്നെടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ എടുത്തിരിക്കുന്ന ആ കപ്പിൻ്റെ 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 85 ml 2 കപ്പിൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും പാലും നമ്മുടെ സ്പൈസസൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. നമ്മൾ എന്ത് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുത്താലും നന്നായിട്ട് ഇളക്കിയെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാലടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് കുറുകി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മുടെ റൈസ് ഈ പാലിലേക്ക് ചേർത്ത് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരി നന്നായിട്ട് ഈ പാലിൽ കിടന്നിട്ട് കുറുകി വരട്ടെ. നമ്മുടെ ആ ഒരു മധുരമൊക്കെ നമ്മുടെ അരിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട്
നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും നമ്മുടെ പായസത്തിന് നമ്മളിങ്ങനെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ആ ഒരു മധുരത്തിന് ഒപ്പം തന്നെ നല്ലൊരു തിക്നെസ് കൂടെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോഴേ നമ്മുടെ മധുരം നല്ലൊരു ബാലൻസായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/4 ലിറ്റർ പാല് നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. പാല് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാൽ ഈ അവസരത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പായസം തണുക്കുന്നതിനനുസരിച്ചിട്ട് കുറുകിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ പായസം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം കുറുകി പോവുകയില്ല. അപ്പം അതിനായിട്ടാണ് നമ്മളിങ്ങനെ അവസാനം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം വഴനയില കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനാണ് നമ്മൾ വഴനയില ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഒക്കെ വറുത്ത് വച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആ പശുവിൻ നെയ്യ് കൂടെ നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന പശുവിൻ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഏത് അരിയിൽ വേണമെങ്കിലും പായസം ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കൈമ റൈസിൽ പാൽപ്പായസം ഉണ്ടാക്കിയെടുത്തപ്പോഴാണ്. നമ്മൾ മാക്സിമം വെള്ളമൊന്നും ചേർക്കാതെ പാലിൽ തന്നെ മാക്സിമം ഇതുപോലെ കുക്ക് ചെയ്തെടുത്താലാണ് നമുക്ക് പാൽപ്പായസം നല്ല രീതിയിൽ നല്ല സ്വാദിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുകയും വേണം. ഒപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.